നമസ്കാരം. 2019 നടന്ന ഒരു ആക്സിഡന്റിൽ 27 വയസ്സുള്ള ഒരു യുവാവിന്റെ ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു കളഞ്ഞതിന് MACT കോടതി അനുവദിച്ച നഷ്ടപരിഹാരമാണ് സ്ക്രീനിൽ കാണുന്നത്. അപകട സമയത്ത് അദ്ദേഹം ടെയ്ലർ ആയിരുന്നു എന്നാണ് പ്ലീഡ് ചെയ്തിരുന്നത്. പക്ഷേ തെളിവ് കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് 12,000 രൂപ നോഷണൽ ഇൻകം കോടതി കണക്കാക്കി. പ്രായം കണക്കിലെടുത്ത് 40% ഫ്യൂച്ചർ പ്രോസ്പെക്ടസും ആഡ് ചെയ്തു. അങ്ങനെ ആകെ ഇൻകം 16,800 രൂപ കോടതി പരിഗണിച്ചു. ബിലോ നീ ആംപ്യൂട്ടേഷന് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം 50% ഡിസബിലിറ്റി കണക്കാക്കേണ്ടത്. അതുകൊണ്ട് കോടതി 50% ഡിസബിലിറ്റി ആണ് ഈ കേസിൽ കണക്കുകൂട്ടിയത്. അങ്ങനെ കോടതി അവാർഡ് പാസാക്കി. അവാർഡ് തുക എത്രയാണെന്ന് നോക്കാം. ലോസ് ഓഫ് ഏണിങ്സ് 10 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്. കോടതി അനുവദിച്ചത് 1,32,000 രൂപയാണ്. അതായത് മാസം 12,000 രൂപ വെച്ച് 11 മാസം. അടുത്ത ട്രാൻസ്പോർട്ട് ടു ഹോസ്പിറ്റൽ 1 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്. കോടതി 10,000 രൂപ അനുവദിച്ചു. അടുത്തത് എക്സ്ട്രാ നരിഷ്മെന്റ് 5 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. കോടതി 11,000 രൂപ അനുവദിച്ചു. അടുത്തത് മെഡിക്കൽ എക്സ്പെൻസസ് 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. ആക്ച്വൽ മെഡിക്കൽ ബിൽസ് ആയ 2,11,850 രൂപ കോടതി അനുവദിച്ചു. അടുത്ത പെയിൻ ആൻഡ് സഫറിംഗ് 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. കോടതി 1.5 ലക്ഷം രൂപ അനുവദിച്ചു. അടുത്തത് ലോസ് ഓഫ് അമ്യൂണിറ്റീസ് 20 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. കോടതി 1,50,000 രൂപ അനുവദിച്ചു. അടുത്തത് പെർമനന്റ് ഡിസബിലിറ്റി 40 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്. കോടതി 17,13,600 രൂപയാണ് ഈ ഹെഡിൽ അനുവദിച്ചത്. അടുത്തത് അറ്റൻഡൻസ് ചാർജ് 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. കോടതി 11,000 രൂപ അനുവദിച്ചു. അടുത്തത് ഡാമേജ് ടു ക്ലോത്ത് ആൻഡ് ആർട്ടിക്കിൾസ് 1 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. കോടതി അനുവദിച്ചത് 1,500 രൂപയാണ്. അടുത്തത് ഡിസ്ഫിഗറേഷൻ 10 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്. കോടതി അനുവദിച്ചത് 3 ലക്ഷം രൂപ. ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് 25 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. കോടതി ആ ഹെഡിൽ ഒന്നും അനുവദിച്ചിട്ടില്ല. അടുത്തത് ലോസ് ഓഫ് ഏണിംഗ് പവർ 10 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്. കോടതി ആ ഹെഡിലും ഒന്നും അനുവദിച്ചിട്ടില്ല. കാരണം പെർമനന്റ് ഡിസബിലിറ്റി എന്ന ഹെഡിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് ലോസ് ഓഫ് ഏണിംഗ് പവർ എന്ന് പറയുന്ന ഹെഡ്. അടുത്തത് ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ് ഒന്നും ക്ലെയിം ചെയ്തിരുന്നില്ല. എങ്കിലും കോടതി 3 ലക്ഷം രൂപ ആ ഹെഡിൽ അനുവദിച്ചു. അങ്ങനെ ആകെ 50 ലക്ഷം രൂപയാണ് ഈ കേസിൽ ക്ലെയിം ചെയ്തത്. അതിൽ കോടതി അനുവദിച്ചത് 29,90,950 രൂപയും ഇൻട്രസ്റ്റും കോസ്റ്റുമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ പ്രായം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ കോമ്പൻസേഷൻ തുകയും വ്യത്യാസപ്പെടും. ഇവിടെ പരിക്കേറ്റ ആളിന് 27 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാക്സിമം കോമ്പൻസേഷൻ ലഭിച്ചിട്ടുണ്ട്. പ്രായം കൂടുന്നതിനനുസരിച്ച് കോമ്പൻസേഷൻ കുറഞ്ഞു വരികയായിരിക്കും ചെയ്യുക. താങ്ക് യു.